ആ കായലിന്റെ സൈഡിലിരുന്ന് രാമവർമ്മ നോക്കിയപ്പോൾ കണ്ടത് ആ കായലിലെ ഓളങ്ങളെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം കൈതപ്പുഴ കായലിലെ പാട്ടൊക്കെ എടുത്തത്. ഞാൻ നോക്കിയിട്ട് ആ ഓളം കണ്ടില്ല, ഞാൻ നോക്കിയിട്ട് അതിനകത്ത് മീനിനെ കണ്ടു. ഞാൻ ആരാന്നറിയോ? ഫ്രഷ് ഹോം എന്ന് കേട്ടിട്ടുണ്ടായി ഉണ്ട്. ഫ്രഷ് ഹോം ഇന്ന് ഇന്ത്യയിലെയും UAE-യിലെയും നമ്പർ 1 ഓൺലൈൻ ഫ്രഷ് മാർക്കറ്റാണ്. ഞാൻ ചേർത്തല താലൂക്കിലെ പള്ളിപ്പുറം എന്നൊരു ചെറിയ ഗ്രാമത്തിൽ, എൻ്റെ ഗ്രാമത്തിൻ്റെ അങ്ങേക്കര വേമ്പനാട്ട് കായലും പടിഞ്ഞാറ് തീരം കൈതപ്പുഴ കായലുമാണ്. അപ്പോൾ കൈതപ്പുഴ കായലിൻ്റെ തീരത്ത് ആണ് എൻ്റെ വീട്. എൻ്റെ കായലിൻ്റെ അങ്ങേക്കരയിലാണ് ഫിലിം ഫീൽഡിൽ നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള വയലാർ രാമവർമ്മയുടെയും അദ്ദേഹത്തിൻ്റെ മകൻ ശരത്ചന്ദ്രവർമ്മയ്ക്ക് താമസിക്കുന്നത്. ആ കായലിൻ്റെ സൈഡിലിരുന്ന് രാമവർമ്മ നോക്കിയപ്പോൾ കണ്ടത് ആ കായലിലെ ഓളങ്ങളെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം കൈതപ്പുഴ കായലിലെ പാട്ടൊക്കെ എടുത്തത്. ഞാൻ നോക്കിയിട്ട് ആ ഓളം കണ്ടില്ല, ഞാൻ നോക്കിയിട്ട് അതിനകത്ത് മീനിനെ കണ്ടു. ഞാനിത് പറഞ്ഞത് എല്ലാ വസ്തുക്കളെയും ഓരോ മനുഷ്യരും കാണുന്നത് തനതായ ശൈലിയിലാണ്. എന്നെ നോക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ ചിലരെൻ്റെ മുഖമായിരിക്കും ശ്രദ്ധിക്കുന്നത്, ചിലരെൻ്റെ കൈയുടെ ചലനങ്ങളായിരിക്കും, മറ്റു ചിലർ ഈ മൈക്കലായിരിക്കും ശ്രദ്ധിക്കുന്നത്. അവനവൻ്റെതായ ഒരു തനതായ ശൈലിയുണ്ട്. ആരും ആരെയും അനുകരിച്ച് വലുതാകാൻ നിങ്ങൾക്കാവില്ല. ഞാനിത് പറഞ്ഞത് തനതായ ശൈലികൾ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്, ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. നമ്മുടെ നാട്ടിൽ ധോണി പണ്ട് വലിയ ക്രിക്കറ്റ് കളിക്കാരനായിരുന്നപ്പോൾ മൂട്ടി നീട്ടി വളർത്തിയ കുറേ ചെറുപ്പക്കാരുണ്ട്. ഒരുത്തനും ധോണിയായതേ നമുക്കറിയാൻ പറ്റും. കപിൽ ദേവ് ലോകകപ്പ് നേടിയപ്പോൾ ചരിഞ്ഞ് ബോൾ ചെയ്യാൻ തുടങ്ങിയ ഒത്തിരി ക്രിക്കറ്റുകാരുണ്ടായിരുന്നു. ആരും കപിൽ ദേവ് ആയത് നമുക്കറിയില്ല. പക്ഷെ ഒരു പയ്യൻ എന്നിട്ട് ബോംബെയിൽ നിന്ന് പറഞ്ഞു, ഞാനും ഒരിക്കൽ കളിക്കുമെന്ന് പറഞ്ഞു. അവൻ പഠിത്തത്തെക്കാൾ കൂടുതൽ കളിക്ക് വേണ്ടി മാറ്റിവെച്ച പയ്യന്റെ പേര് സച്ചിൻ ടെണ്ടുൽക്കർ എന്നാണ്. അപ്പോ ധോണി ആവാൻ പറ്റില്ല, പക്ഷെ ധോണിയെ പോലെ ഒരു ക്രിക്കറ്റ് കളിക്കാരാണ് നമുക്ക്. ആരെയും അനുകരിക്കുകയില്ല, പകരം നമ്മുടെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ നമ്മൾ വളരുകയാണ് ചെയ്യുന്നത്. 4 തീപ്പെട്ടി നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഫ്രഷ് ഹോമിന്റെ ടേണോവർ 1100 കോടിയാണ്. ഞങ്ങളൊക്കെ വലുതാൻ പറ്റും. വെറുതെ തടിച്ചു 14 കോടി ജനങ്ങൾ ഒരു മാസം നിങ്ങളുടെ ടേണോവർ 1500 കോടിയുടെ മുകളിലാണ്. അത്രയും വലിയ മാർക്കറ്റിലാണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല? അപ്പൊ ചില ആൾക്കാർ പറയും നമ്മുടെ യുവാക്കളെല്ലാം പുറത്തേക്ക് പോകുക. എങ്ങനെ പിള്ളേർ പോകാതിരിക്കും? എന്റെ നാടിന്റെ ചേർത്തല, എന്റെ നാടിന്റെ അടുത്ത് ഇൻഫോ പാർക്ക് നടക്കുന്നത്. ചേർത്തല ഇൻഫോ പാർക്ക് എന്റെ വീടിന് നേരെ പാർക്കില്ല. അപ്പൊ ഇൻഫോ പാർക്കിൽ കുറെ സ്ഥലമുണ്ട്. ആ സ്ഥലം ഓരോ കമ്പനികൾക്ക്, അവർക്ക് ഗവൺമെന്റിന് വലിയ ബിൽഡിംഗ് കൊടുത്തിട്ടുണ്ട്, കൂടാതെ ഓരോ കമ്പനികൾക്ക് സ്ഥലം വെക്കാം, അവിടെ ബിൽഡിംഗ് വെക്കാം. അങ്ങനെ ബോംബെയിലുള്ള ഒരു കമ്പനി വന്ന് സ്ഥലമൊക്കെ കണ്ട്, അപ്പൊ അവർക്ക് താമസിക്കാനുള്ള സ്ഥലം വേണം, ആരെങ്കിലും കൊടുക്കണം, ആരെങ്കിലും പണം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇൻഫോ പാർക്ക് പറഞ്ഞാൽ മാത്യുവിനെ കാണുന്നുണ്ട്. അങ്ങനെ എന്നെ വന്ന് കണ്ടു. അദ്ദേഹം ആദ്യത്തെ പ്രാവശ്യം പോയി. ഞങ്ങളുടെ കണക്കനുസരിച്ച് ഞങ്ങളുടെ കുട്ടികൾ കിട്ടുന്നതിന്റെ 50% എവിടെയാണോ അവിടെ അവർ ചെലവഴിച്ചിട്ടാണ് പോകുന്നത്. അതായത് ഏകദേശം 1-1.5 ലക്ഷത്തിനും ഇടയ്ക്കുള്ള തുക നിങ്ങളെ നാട്ടിൽ ചെലവഴിക്കണം. അവരെന്ത് ചെയ്യുള്ളൂ?